വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 4ാം ക്ലാസ്സിലെ സീഡ്സ് എന്ന പോയമാണ്. നമുക്കറിയാം, വിത്തിൽ നിന്നാണ് സസ്യജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ വിത്ത് അത് മുളയ്ക്കുവാനും വളരുവാനും പൂത്തുല്ലസിക്കുവാനും എന്തെല്ലാമാണ് ആവശ്യമായി വരുന്നത് എന്ന വിവരങ്ങളാണ് ഈ കവിതയിലൂടെ കവി നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ കവിതയിലേക്കൊന്ന് പോകാം, കേട്ടോ. എ ലിറ്റിൽ സീഡ് ഫോർ മീ ടു സോ, എ ലിറ്റിൽ earth for it to grow, a little seed for me to sow, a little earth for it to grow, a little hole, a little pat, a little wish, and that is that. A little sun, a little shower, a little while, and then a flower. A little sun, a little shower, a little while, and then a flower. നമുക്ക് ഈ കവിതയുടെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? നമുക്കൊന്ന് നോക്കാം. A little seed for me to sow. എനിക്ക് വിതയ്ക്കാൻ ഒരു കുറച്ച് വിത്ത് വേണം. എനിക്ക് വിതയ്ക്കാൻ കുറച്ച് വിത്ത് വേണം. എ ലിറ്റിൽ earth for it to grow. അത് വളരാൻ കുറച്ച് മണ്ണ് വേണം. എർത്ത് മീൻസ് ഭൂമി, മണ്ണ് എന്നാണ്. എനിക്ക് വിതയ്ക്കാൻ കുറച്ച് മണ്ണ് വേണം. എ ലിറ്റിൽ ഹോൾ. അത് കുഴിച്ചിടാനായിട്ട്, ആ വിത്ത് കുഴിച്ചിടാൻ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കണം അല്ലേ? അതുകൊണ്ട് തന്നെ ഭൂമിയിലൊരു ഹോൾ വേണം. എ ലിറ്റിൽ ഹോൾ. മണ്ണിൽ ഒരു ചെറിയ കുഴി വേണം. ഇത് മാത്രം മതിയോ? അതുപോരാ. എ ലിറ്റിൽ പാറ്റ്. അത് കഴിഞ്ഞിട്ടത് കിളിർത്ത് വന്നാലോ നമ്മൾ അവയെ ഒന്ന് തലോടണം. കൈകൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് തലോടണം, വേണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ അതിനെ ഒന്ന് തലോടണം. എ ലിറ്റിൽ പാറ്റ്. എ ലിറ്റിൽ വിഷ്. ഒരു ചെറിയ ആഗ്രഹം വേണം മനസ്സിലല്ലേ? ഒരു ചെറിയ ആഗ്രഹം വേണം. എന്താഗ്രഹം? ഈ ചെടി വളർന്ന് വലുതായി അത് പൂക്കണം, കായ്ക്കണം, അതൊക്കെ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നന്നായിട്ടുണ്ടാകണം. ആൻഡ് ദാറ്റ് ഈസ് ദാറ്റ്. അതൊക്കെ മതി കേട്ടോ. എ ലിറ്റിൽ സൺ. അല്പം സൂര്യപ്രകാശം വേണം. എ ലിറ്റിൽ സൺ. സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യപ്രകാശം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്ത് വേണം? എ ലിറ്റിൽ സൺ. ഒരല്പം സൂര്യപ്രകാശം വേണം. എ ലിറ്റിൽ ഷവർ. കുറച്ച് ചാറ്റൽ മഴയെങ്കിലും വേണം അല്ലേ? എ ലിറ്റിൽ ഷവർ. അതില്ലെങ്കിൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം. അതും ഒരു ഷവർ തന്നെയാണ്. എ ലിറ്റിൽ ഷവർ. എ ലിറ്റിൽ വൈൽ. അല്പം കഴിഞ്ഞിട്ട്, കുറച്ച് നാളുകൾക്ക് ശേഷമോ കുറേ കാലങ്ങൾക്ക് ശേഷമോ നമുക്ക് അവയിൽ നിന്ന് പൂവ് ലഭിക്കും. അപ്പോൾ പൂവ് ഉണ്ടായി കാണാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ ആ ചെടിയോട് പ്രിയമായി പെരുമാറാൻ പഠിക്കണം, കേട്ടോ. ഇതൊരു നല്ല കവിതയല്ലേ? ഒരു ചെറിയ കവിതയും കൂടിയാണ് അല്ലേ? ഇത് നല്ലതും ചെറുതുമായൊരു കവിതയാണ്. നിങ്ങളിത് പഠിക്കണം. ഈണത്ത് ചൊല്ലി പഠിക്കണം. അർത്ഥവും മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കേട്ടോ.